ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വഷി ടേപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒന്നല്ല രണ്ടല്ല 10 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് A4 ഷീറ്റ് എടുക്കുക. അതിനെ 1.5 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 1.5 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ കട്ട് ചെയ്തത് തമ്മിൽ ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും നീളത്തിലായിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അത് വൺ സൈഡ് മാത്രം കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കളർ ചെയ്തിട്ട് ഞാൻ റോൾ ചെയ്ത് വെച്ചാണ്. അതിന് ശേഷം അതൊന്ന് കളർ ചെയ്ത് കഴിഞ്ഞൊന്ന് ഉണക്കാൻ വയ്ക്കുക. അതിന് ശേഷം എന്താ ഇങ്ങനെ കിട്ടും. ഇതിൽ ഞാനിപ്പോൾ പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഇനി വരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വൈറ്റും പിന്നെ ഈ കാണുന്ന കളറൊക്കെ കൂടിയിട്ട് കളർ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടെ 2 സ്കെച്ച് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റോസും പിന്നെ ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ വരച്ച് വന്നപ്പോഴാണ് വിചാരിച്ചത് ആ സ്കൈ ബ്ലൂവും റോസും മാത്രമാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ വൈറ്റും ആ കളേഴ്സൊന്നും ഉപയോഗിച്ചില്ല. ഈ 2 സ്കെച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്കൈ ബ്ലൂ ആണ് കേട്ടോ എടുക്കുന്നത്. സ്കൈ ബ്ലൂ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഡിസൈൻസൊക്കെയാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കുഞ്ഞു ഹാർട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ബ്ലൂ കളറിൽ. അപ്പോൾ ഹാർട്ടൊക്കെ ഇങ്ങനെ കുറച്ച് കുഞ്ഞായിട്ട് വിട്ട് വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ വരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഫൈനൽ ലുക്ക് കാണാൻ. അങ്ങനെ നമ്മൾ ആദ്യത്തേൽ ഫുൾ ഹാർട്ടാണ് കേട്ടോ വരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റം വരെ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് മുഴുവൻ കാണിക്കുകയാണെങ്കിൽ ലാഗ് അടിക്കുക. അപ്പോൾ ഞാൻ അത് ഫുൾ അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന 2 കളേഴ്സ് നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ അവിടെ നിന്ന് മാറ്റി. ഇനി നമുക്ക് അടുത്ത ഷീറ്റ് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഫുൾ ഹാർട്ടൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ അടുത്തത് കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലൊരു നമുക്ക് എന്താ ചെയ്യാം. എനിക്ക് അപ്പം തന്നെ പെട്ടെന്ന് ഡിസൈനൊന്നും കിട്ടില്ല. ഞാൻ കുറേ ആലോചിച്ച് നിന്നിട്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഏത് ഡിസൈൻ അടുത്തത് കൊടുക്കാമെന്ന് അറിയാതെ ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് തോന്നി കുറേ ഡിസൈനാണ്. പിന്നെ അതിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ തട്ടിക്കൂട്ടിയിട്ടും കുറച്ച് എളുപ്പമുള്ളതും ഇങ്ങനെ എന്താണ് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുക ആ ഡിസൈനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ള അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്ന ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലൗഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൂ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്യുള്ളത്. അപ്പോൾ അത് വെച്ച് കുറച്ച് ക്ലൗഡൊക്കെ വരച്ചെടുത്ത് അതും കുറച്ച് ക്യൂട്ടാക്കി. അപ്പോൾ അത് ഫുള്ളായി വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വരച്ച് കഴിഞ്ഞു കേട്ടോ. വരച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കുള്ളൂ, പേടിക്കണ്ട. അപ്പോൾ നമ്മളത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്താ വരയ്ക്കണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ എളുപ്പമുള്ളതാണ് നോക്കി വരയ്ക്കാം. അല്ലെങ്കിൽ മടുപ്പ് തോന്നിയാൽ പിന്നെ നമുക്കത് ഫുള്ളാക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നീളത്തിലും കുറുകയൊക്കെ വര കിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നീളത്തിലും കുറുകയും വരയിട്ട് ആ ഡിസൈനും കൂടി ഫുൾ ചെയ്തു. അങ്ങനെ നമുക്ക് അടുത്ത ഡിസൈനും കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഡിസൈനും ഞാൻ ഇതിൽ വരച്ചിട്ടില്ല. ഞാൻ കുറച്ചെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ സെയിം ആണ്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ വരയ്ക്കണതിന് നിങ്ങളും വരയ്ക്കണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ ഡിസൈൻസാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ വരച്ചത് മുഴുവനാണുള്ള നോക്കിക്കൊണ്ടാണ് വരയ്ക്കാൻ. അല്ലെങ്കിലും കാണാൻ രസമുണ്ടല്ലോ. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാനത് വളഞ്ഞ് എങ്ങടിക്കൊക്കെയോ വരെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വരച്ച് പകുതിയായി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വരയ്ക്കണം. അങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല രസമൊക്കെ ഉണ്ട്. അത് അവസാനം കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതൊന്നും ഇപ്പോൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇനി അടുത്തതിൽ നമ്മൾ എന്താ വരയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ ബ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയും ബോറടിക്കണ്ടല്ലോ, കുറേ വരയ്ക്കാനുള്ളതല്ലേ, 10 എണ്ണമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ ഫുൾ ഇതിൽ ബ്ലൂ കളർ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ലാസ്റ്റ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ ആ വിശ്വാസം തെറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുറച്ച് ഫുള്ള് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണാൻ ഇപ്പം എങ്ങനെയുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ, കാണാൻ നല്ല രസം. അപ്പോൾ അതാ ഫുൾ ഡോട്ടൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താ കൊടുക്കാന്ന് വെച്ചാൽ അടുത്തതൊരു വെറൈറ്റി ഡിസൈനാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം വെറൈറ്റി ഡിസൈനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക്
കണ്ട പോലെയൊക്കെ വരച്ചു കൊടുത്താണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണണം തന്നെ പറയാം ഞാൻ. അപ്പോൾ എന്നെപ്പോലെ വരയ്ക്കണമെന്നില്ല, എന്നെക്കാളും കൂടുതൽ ഐഡിയാസൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനൊക്കെ വരച്ച് നോക്കുക. നമ്മൾ എന്ത് വരച്ചാലും നല്ല ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പിങ്കിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു കളർ കോമ്പോ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറോ ഡാർക്ക് കളറൊക്കെ എടുത്താലും മതി. പിന്നെ അടുത്തതിൽ ഫുള്ള് ഇതുപോലെ ചരിഞ്ഞ് കുറച്ച് ലൈൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഞാൻ കാണാൻ രസമുണ്ടായിരുന്നു. ഞാനത് തനിയെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫൈനലിൽ ഇതെല്ലാം കൂടി വരച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ റോൾ ചെയ്തതിന് എടുക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ആ ബ്ലൂവിനെ ഒഴിവാക്കിയിട്ടോ. നമ്മൾ കുറേ നേരമല്ലേ ബ്ലൂ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ കുറച്ചിട്ട് ഡിസൈൻ അതൊക്കെ തന്നെയാണെങ്കിലും ഞാൻ വരച്ച് തന്നെയാണ് കേട്ടോ അതിൽ വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്ത ഡിസൈൻ എന്താ പറയാത്തത്. ഇതിൽ കുറച്ച് ഡിസൈൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലും അതേപോലെ ക്ലൗഡൊക്കെയാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ കളർ തന്നെ ഉപയോഗിച്ച് വെറുതെ എല്ലാം ഒരേപോലെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റോസ് കളർ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളർ കോമ്പോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കളറോട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുള്ള് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു കാണാൻ രസമുണ്ടാകും. ഇതുപോലെ നിങ്ങൾക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ സൈഡ് ബോർഡറായിട്ടോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് സ്റ്റിക്കി അല്ല, നമ്മൾ ഒത്തിരി പശ വെച്ച് ഒട്ടിക്കണം. നമ്മൾ കടയിൽ നിന്ന് അടിക്കണേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല രസമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര നേരമായിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തോളൂ. വലിയ പൈസ നഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ലൈക്ക് കൂടെ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോകളിൽ കാണാം. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ക്ലൗഡൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാണ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതുപോലെ തന്നെയാണ് ഉള്ളത്, നമ്മൾ ബ്ലൂ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ക്ലൗഡൊക്കെ വരച്ച് കഴിഞ്ഞിട്ട്. ഇനി അടുത്തത് നമ്മൾ സെയിം ചെയ്ത ഡിസൈൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ റോസ് ചെയ്തിട്ടുള്ളത് ഒന്നിനെ മാത്രം റോസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർസ് ആയിരുന്നു വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നിർത്താതെ വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് സൗണ്ട് കിട്ടണില്ല. എനിക്ക് വെള്ളമൊക്കെ താഴ്ക്കുന്ന പോലെ തൊണ്ടയ്ക്ക് വരണ്ടു തോന്നും. ഞാൻ ഇത്രയും ലോങ് വീഡിയോ ആദ്യമായിട്ടുള്ള ചെയ്യണം. അതിൻ്റേതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വരയ്ക്കണമെന്ന് വെച്ചാൽ സ്റ്റാറാണ് കേട്ടോ വരയ്ക്കണത്. അപ്പോൾ ഇതായിരുന്നു ഒരു വെറൈറ്റി ഡിസൈൻ. നമ്മൾ ബ്ലൂവിൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർ. അപ്പോൾ അത് സ്റ്റാറൊക്കെ വരച്ച് നല്ല രസമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കല്ലേ. ഇതിൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭംഗിയുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ അടുത്തത് കൂടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തതിൽ ഗ്രിഡ് ലൈനാണ് വരയ്ക്കണത്. അപ്പോൾ ഗ്രിഡ് ലൈനൊക്കെ നമ്മളവിടെ വരയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളിതുപോലെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെ നന്നായി വരച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പോൾ എന്താണ് സത്യത്തിലേക്ക് വോയിസ് ഓവർ കൊടുത്ത് വായി കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ ചെയ്ത ക്രാഫ്റ്റാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലിൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 10 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൂടി കണ്ടപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ടേപ്പിൻ്റെ രൂപത്തിൽ ഇതിനാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ കുറച്ച് ഗം തേച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ സൈഡ് മാത്രം കുറച്ച് പശ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പിടിച്ചിട്ടുള്ള ആ സൈഡ് മാത്രം കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അതിന് റോൾ ചെയ്ത് എടുക്കാം. അങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ശരിക്കും എങ്ങനെ ടേപ്പ് ഉണ്ടാവുക അതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ റോൾ എടുത്തതിന് ശേഷം നമ്മൾ ഇത് സ്റ്റിക്കി ടേപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഇതുപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കുഞ്ഞ് പേപ്പർ കഷ്ണം കൂടി എടുക്കുക. അതിൻ്റെ എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ എൻഡ് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എൻഡ് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഈ ആ വൈറ്റ് കളർ നമുക്ക് അങ്ങും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളിത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വലിച്ചിട്ട് എടുക്കാം നമ്മുടെ ടേപ്പ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ജേണലിലൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. എന്നിട്ട് നമുക്ക് അഥവാ കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷനിൽ പിടിച്ചിട്ട് ഇതുപോലെ ആ സ്ട്രിപ്പിൽ പിടിച്ച് നീക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ റോളായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ 10 വാഷി ടേപ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ? അപ്പോൾ തനി എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടെന്ന് തോന്നി. പക്ഷേ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ഭംഗി എനിക്ക് മനസ്സിലായത്. ഇതുപോലെ നമ്മളെന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ജേണലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ചിലവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.